മഴയുടെ വാർത്തകളിലേക്കാണ് നമ്മൾ പോകുന്നത്. സംസ്ഥാനത്ത് ഇന്നും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. 12 ജില്ലകളിലാണ് ഇന്ന് ഓറഞ്ച് മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. തിരുവനന്തപുരം, കൊല്ലം ജില്ലകൾ ഒഴികെ മറ്റെല്ലാ ജില്ലകളിലും ഓറഞ്ച് മുന്നറിയിപ്പാണ്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും അപർണ ചേരുന്നുണ്ട്. അപർണ, 2 ദിവസമായി തുടങ്ങിയ മഴയാണ്. ഇപ്പോൾ ഇന്ന് നേരിയൊരു ശമനം കാണുന്നുണ്ട്. പക്ഷേ അലേർട്ടുകൾ ഇന്നും വലിയ മഴ തന്നെയാണ് പ്രവചിക്കുന്നത്. എങ്ങനെയാണ് തിരുവനന്തപുരത്തെ കാലാവസ്ഥ? സംസ്ഥാന വ്യാപകമായി എന്തെല്ലാം നിർദ്ദേശങ്ങളാണ് നൽകിയിട്ടുള്ളത്? അതുല്യ, സംസ്ഥാനത്ത് ഇന്നും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം, കൊല്ലം ഒഴികെ 12 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലേർട്ട് ഉണ്ട്. നിലവിൽ മറ്റ് ജില്ലകളിലൊന്നും തന്നെ റെഡ് അലേർട്ട് പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യമില്ല. അത് മഴയ്ക്ക് ഒരു നേരിയ കുറവ് ഉണ്ട്. എന്നിരുന്നാൽ കൂടി ജാഗ്രതാ നിർദ്ദേശമുണ്ട്. വടക്കൻ ജില്ലകളിലാണ് ഇത്തരത്തിൽ മഴ കനക്കാൻ സാധ്യത എന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുണ്ട്. അതിനാൽ തന്നെ കനത്ത ജാഗ്രതാ നിർദ്ദേശവും ഈ മേഖലകളിലെല്ലാം തന്നെ നൽകിയിട്ടുണ്ട്. തീരദേശത്തും മലയോര മേഖലകളിലുമുള്ളവർ പ്രത്യേകമായി ജാഗ്രത പാലിക്കണം. ഇത്തരത്തിൽ കടൽക്ഷോഭം ഉണ്ടാകാനുള്ള സാധ്യതകളും മണ്ണിടിച്ചിൽ സാധ്യതകളും ഒക്കെ ഉണ്ട്. അതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് വേണം മുന്നോട്ട് പോകുവാൻ എന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാലാവസ്ഥാ വകുപ്പിന്റെയും ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും കൃത്യമായ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് വേണം മുന്നോട്ട് പോകാൻ. കൂടാതെ തന്നെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിലാണ് ഇത്തരത്തിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. കള്ളക്കടൽ പ്രതിഭാസവും നിലനിൽക്കുന്നുണ്ട്. അതിനാൽ തന്നെ ഉയർന്ന തിരമാലയ്ക്കുള്ള സാധ്യതകളുമുണ്ട്. അതിനാൽ യാതൊരു കാരണവശാലും ഇത്തരത്തിൽ മത്സ്യബന്ധനത്തിനടക്കം കടലിലേക്ക് ഇറങ്ങരുത് എന്ന ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് ഇത്തരത്തിൽ തീരദേശ മേഖലകളിലെല്ലാം തന്നെ കനത്ത ജാഗ്രതാ നിർദ്ദേശങ്ങളും ഒക്കെ തന്നെ തുടരുകയാണ്. കൂടാതെ തന്നെ ഇത്തരത്തിൽ വിനോദസഞ്ചാര മേഖലകളിലേക്ക് ഈ അവസരത്തിൽ പോകരുത് എന്ന പ്രത്യേക നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. എന്നാലും സംസ്ഥാനത്ത് മഴ നാളെ അല്പം ഒന്ന് കുറയാനുള്ള സാധ്യതകളും പറയുന്നുണ്ട്. നാളെ ഗ്രീൻ അലേർട്ടാണ് എല്ലാ ജില്ലകളിലും ഇപ്പോൾ കാലാവസ്ഥാ കേന്ദ്രം പ്രവചിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്നത്തെ മഴ സാഹചര്യം കൂടി കണക്കിലെടുത്താവും നാളത്തെ മഴയുടെ മറ്റ് വിവരങ്ങൾ ലഭ്യമാകുക. എന്തായാലും സംസ്ഥാനത്ത് ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് മഴ ലഭിച്ചിരിക്കുന്നത്. 2 ദിവസമായിട്ട് കനത്ത മഴ തന്നെയാണ് സംസ്ഥാനത്തുടനീളമുള്ളത്. അല്പം ശമനമുള്ളത് തിരുവനന്തപുരം, കൊല്ലം മേഖലകളിലാണ്. ഇന്ന് എന്തായാലും ഈ 2 മേഖലകൾ ഒഴികെ ബാക്കി 12 ജില്ലകളിലും അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുല്യ. അപർണ, തിരുവനന്തപുരത്ത് താരതമ്യേന മഴ കുറവാണെങ്കിലും തീരപ്രദേശവും ഭാഗത്ത് വലിയ രീതിയിൽ പ്രശ്നം നേരിടുന്ന ഒരു ജില്ലയാണ് തിരുവനന്തപുരം. പ്രത്യേകിച്ചും മുതലപ്പുഴയും അതുപോലെ തന്നെ വലിയതുറ ഭാഗങ്ങളിലെല്ലാം കടൽക്ഷോഭം വലിയ രീതിയിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ നിലവിൽ ഈ പ്രദേശങ്ങളിലെ അവസ്ഥകൾ എന്താണ്? അവിടെ നിന്ന് കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കുകയോ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുടങ്ങുകയോ മറ്റോ ചെയ്തിട്ടുണ്ടോ? അതിലെ തീർച്ചയായും തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം തീരദേശ മേഖലകളിലാണ് ഇത്തരത്തിൽ മഴ സാരമായി തന്നെ ബാധിച്ചിരിക്കുന്നത്. കള്ളക്കടൽ പ്രതിഭാസമുള്ളതിനാൽ ഉയർന്ന തിരമാലകളുണ്ട്. അത് ഈ തീരദേശത്തുള്ള ജനങ്ങളെ വല്ലാതെ തന്നെ ബുദ്ധിമുട്ടിൽ ആഴ്ത്തിയിട്ടുണ്ട്. എന്തായാലും അവർക്കായി ദുരിതാശ്വാസ ക്യാമ്പുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ മത്സ്യബന്ധനത്തിന് പോയ ബോട്ടുകൾ മറിഞ്ഞ് ആളുകൾ കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യം അടക്കം ഉണ്ടായിരുന്നു. അവർക്കായുള്ള തിരച്ചിലുകളിലൊക്കെ ഉണ്ടായിരുന്നു. കൂടാതെ പ്രതിഷേധങ്ങളും വിവിധ മേഖലകളിൽ നിന്ന് ഉയർന്നു വന്നിരുന്നു. മഴ കണക്കിലെടുത്ത് വേണ്ട സജ്ജീകരണങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല എന്ന തരത്തിലുള്ള പ്രതിഷേധങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. എന്തായാലും തിരുവനന്തപുരത്തെ തീരദേശ മേഖലകളെ സംബന്ധിച്ച് മഴ സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. പല വീടുകൾക്കും നാശനഷ്ടങ്ങൾ അടക്കം സംഭവിച്ചിട്ടുണ്ട്. ഈ കള്ളക്കടൽ പ്രതിഭാസം അടക്കമുണ്ട്. കൂടാതെ ശക്തമായ കാറ്റുമുണ്ട്. ഇതൊക്കെ തന്നെ ഉയർന്ന തിരമാലയ്ക്കടക്കം ഒരു സാധ്യത ഉണ്ടാക്കുന്നുണ്ട്. അതൊക്കെ ഈ വീടുകളെ അടക്കം സാരമായി ബാധിക്കുന്ന സ്ഥിതി കൂടിയുണ്ട്. എന്തായാലും തിരുവനന്തപുരത്തെ സംബന്ധിച്ച് തീരദേശ മേഖല ഒഴികെ ബാക്കി മേഖലകളൊക്കെ തന്നെ ഏറെക്കുറെ ശാന്തമാണെന്ന് തന്നെ പറയാൻ സാധിക്കും. അതില്ല. ശരി അപർണ, തിരുവനന്തപുരത്ത് എന്തായാലും ഇന്ന് ഗ്രീൻ അലേർട്ടാണ്. വലിയ രീതിയിലുള്ളൊരു മഴയ്ക്കുള്ള സാധ്യത തിരുവനന്തപുരത്ത് പറയുന്നില്ല. എങ്കിലും ജില്ലയുടെ, അതായത് തീരപ്രദേശങ്ങളിലൊക്കെ കള്ളക്കടൽ പ്രതിഭാസം അടക്കം പല ആളുകളെയും ബാധിച്ചിട്ടുണ്ട്. സംസ്ഥാനത്താണെങ്കിൽ 12 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ്. മഴ തുടരും എന്നുള്ളത് തന്നെയാണ് അപർണ നൽകുന്ന വിവരം.